എനിക്കൊരീനാനി വെള്ളം കൊണ്ട് തരുന്ന ആളാണ് ഈ കിടക്കുന്നത്. ചെറുതായിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പോണത്. അതിന് ആ തുച്ഛമായ ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് വേറെ ആരും ഇല്ല സാറേ. എന്റെ ഭർത്താവ് എനിക്ക് ജോലി ചെയ്ത് കൊണ്ടുവരുന്നതാണല്ലോ ഈ വേല ചെയ്തിട്ടേക്കുന്നത്. എല്ലാവരും എനിക്ക് പറയാൻ പറ്റുന്നു. കൊടുക്കണം, ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൊല്ലം പരവൂരിൽ ഓട്ടോ തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതെന്ന വിലയിരുത്തൽ. പരവൂർ കുറുമണ്ടൻ പാലവിള വീട്ടിൽ ജനാർദ്ദനനാണ് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. മർദ്ദനത്തിൽ ജനാർദ്ദനന്റെ ചെവിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഓട്ടോ പോയിട്ട് തിരിച്ചു വന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോ വണ്ടി തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒന്നും നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. കഴുത്ത് ആയിപ്പോയി. വെള്ളം പോലും പോരാൻ പറ്റത്തില്ല. എനിക്ക് താങ്ങി നിൽക്കാനുള്ള കരുത്തില്ല സാറേ. എനിക്ക് വേറെ ആരുമില്ല. എനിക്കൊരീനാനി വെള്ളം കൊണ്ട് തരുന്ന ആളാണ് ഈ കിടക്കുന്നത്. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് മനഃപൂർവ്വം വീഴ്ച വരുത്തുകയാണെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. വധശ്രമത്തിനുള്ള പരിക്കുകൾ ഉണ്ടായിട്ടും പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചുമത്തി കേസ് ഒത്തുതീർപ്പാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നാണ് ജനാർദ്ദനന്റെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്. അച്ഛന് ഓട്ടം പോയതാണ്. ഞങ്ങൾ ചിറ്റേനെയും കൊണ്ട് പോയതാണ്. TBയുടെ പേഷ്യന്റ് ആണ്. അങ്ങനെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വലുതായിട്ട് അങ്ങനെ അച്ഛൻ പോണില്ല. പിന്നെ പോണെന്ന് വെച്ചാൽ ഞങ്ങളെ വീടിന്റെ അപ്പുറത്ത് വേറൊരു അപ്പം ഇങ്ങനെ ചെറുതായിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ പോണത്. അതിന് ആ തുച്ഛമായ ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല. അറിയുന്ന ആൾക്കാർ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്ക് ആ രീതിയിൽ നല്ല വിഷമം ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ മറിഞ്ഞു. ഞങ്ങൾ കണ്ട സമയത്ത് നമുക്ക് തന്നെ സഹിക്കാൻ വയ്യ. മൊത്തം ബ്ലഡ് ആയിട്ടാ വന്നത്. ഞങ്ങൾ പരാതി കൊടുത്ത് ഇപ്പം 3 പ്രതികളെ CI സാറും SI സാറും കൂടെ പിടിച്ചു. പിന്നെ വനിതാ മേഡവും പിടിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ നന്ദി പറയുന്നു. പക്ഷെ ഇനി ഒരു പ്രതിയും കൂടെ ഉണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുമായിരുന്നു പ്രതികളെ കൊണ്ടുവന്ന സമയത്ത്. ആ സമയത്ത് വൈകിട്ട് 7-8 മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ വന്നത്. ആ സമയത്ത് ഗേറ്റ് മൊത്തം പൊളിച്ചിട്ടേക്കുവാണ്. ഞാൻ അതിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ അതിനുള്ളതൊന്നും കിട്ടിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്.